ഉത്തർപ്രദേശിലെ സംഭാലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ സർക്കാർ എന്താണോ തീരുമാനമെടുത്തത് അതിനനുകൂലമായ കോടതി വിധി തന്നെ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു കാലങ്ങളായി അതൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടന്ന സർവേയാണ്. പക്ഷേ അതിൻ്റെ എല്ലാ പഴിയും കേട്ടത് യോഗി ആദിത്യനാഥാണ്. ഇനി അദ്ദേഹത്തിന് ആശ്വസിക്കാമല്ലേ? തീർച്ചയായിട്ടും അലഹബാദ് ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണ് ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലുള്ള ഈ ഷാഹി ജുമാ മസ്ജിദ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതവിടുത്തെ ഒരു വലിയ പള്ളിയാണ്. ഏതാണ്ട് 400 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് അവിടെയുള്ള പ്രദേശവാസികളായ 8 പേർ അവിടെ ഒരു ഹർജിയുമായിട്ട് ജില്ലാ കോടതിയിലെത്തി. ഇത് പഴയ ഹരിഹര ക്ഷേത്രമാണെന്നും ഇത് ബാബറുടെ ഭരണകാലത്ത് പിടിച്ചെടുത്ത് പള്ളിയാക്കിയതാണെന്നും ക്ഷേത്രം നശിപ്പിച്ച് പള്ളിയാക്കിയതാണെന്നും അതുകൊണ്ട് ഈ പള്ളി അതിൻ്റെ പഴക്കം പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ നിയോഗിക്കണം എന്നുമായിരുന്നു. നിയോഗിച്ചിട്ട് അവരുടെ കണ്ടെത്തലനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കണം, അതിന് കോടതി നീതി നടപ്പാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് അവർ ഹർജിയുമായിട്ട് ചെന്നത്. എന്തായാലും ഇത് 2024 നവംബർ 19 ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെത്തുന്നത്. അന്ന് തുടങ്ങി അവിടെ വലിയ കലാപം അരങ്ങേറി. അതായത് ഈ പറയുന്ന സ്ഥലത്ത് ഇത് ഈ ഇപ്പോഴത്തെ പള്ളി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ കവർ ചെയ്തിട്ട് അത് പരിശോധിക്കാൻ ആരംഭിച്ചപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ മുസ്ലിങ്ങൾ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞത് ഇത് ഞങ്ങൾ പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കട്ടെ, കോടതി ന്യായം എന്താണോ സത്യം എന്താണോ അത് തീർച്ചയായിട്ടും പുറത്തു വരട്ടെ, അല്ലാതെ നമ്മൾ ബഹളം ഉണ്ടാക്കി ഇപ്പോൾ പള്ളി പിടിച്ചെടുത്ത് ക്ഷേത്രമാക്കാനോ പള്ളി തകർക്കാനോ ഒന്നും ആരും ശ്രമിച്ചില്ല. പകരം അവർ ഔദ്യോഗികമായിട്ട് പരിശോധനയ്ക്ക് എത്തി. ഇതിനെ തടയാൻ ആ പ്രദേശത്തുള്ള വലിയൊരു ജനക്കൂട്ടം എത്തുകയും അവിടെ പോലീസുമായിട്ട് സംഘർഷത്തിലേർപ്പെടുകയും വെടിവെപ്പുണ്ടാകുകയും 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ 4 പേർ കൊല്ലപ്പെട്ടതിൽ ഒരാൾ പാകിസ്ഥാനിയാണ് എന്നൊരു സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. പക്ഷെ കൊല്ലപ്പെട്ട 4 പേരിൽ 2 പേർ പോലീസിൻ്റെ തോക്കിലെ ബുള്ളറ്റ് കൊണ്ടല്ല വെടിയേറ്റതെന്നും മറിച്ച് ഈ സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്ന തരം തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടയേറ്റാണ് കൊല്ലപ്പെട്ടതെന്നുമുള്ള വിവരമൊക്കെ പുറത്തു വന്നു. എന്തായാലും അന്ന് അതിനെ സംബന്ധിച്ച് വലിയ കോലാഹലങ്ങളൊക്കെ നടന്നു. ഈ പറയുന്നത് പോലെ പോലീസ് 85ഓളം പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ തന്നെ നിരവധി പ്രമുഖ വ്യക്തികളും അവിടുത്തെ ജനപ്രതിനിധികളായ ചിലരും പിന്നെ അവരുടെ ചില ജനപ്രതിനിധികളുടെ മക്കളും ഒക്കെ അറസ്റ്റിലായവരിൽ പെടുന്നു. അതായത് സാഫർ അലി ഈ സംഭാൽ ഷാഹി ജമാ മസ്ജിദിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്, ജമാ മസ്ജിദ് മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അതുപോലെ അവിടുത്തെ ഒരു MP ഉണ്ട്, സിയാബ് ഉർ റഹ്മാൻ ബർക്ക്. ഇയാളുടെ വീടാണ് മറ്റേ ബുൾഡോസർ ഉപയോഗിച്ച് പിന്നീട് തകർത്ത. ഇയാൾ ഈ എന്താ പറയുക, ഈ കലാപ കേസിൽ പ്രതിയായിട്ട് ഒളിവിലായിരുന്നു. ഇയാളുടെ വീട് തകർക്കുന്ന സ്ഥിതി വന്നു. പിന്നെ സുഹൈൽ ഇക്ബാൽ, അതെന്ന് പറയുന്നത് അവിടുത്തെ പഴയ ഒരു MLA, ലോക്കൽ MLA ഇക്ബാൽ മഹ്മൂദിൻ്റെ മകനാണ് ഈ സുഹൈൽ ഇക്ബാൽ. ഇയാളൊക്കെയാണ് അറസ്റ്റിലായത്. ഇവരൊക്കെ ഈ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് അറസ്റ്റിലാകുകയും ചെയ്തു. ഇപ്പോൾ അവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ വലിയ തോതിൽ പോലീസിന് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ തീയിടുകയും അതുപോലെ പോലീസുകാരെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. ഏതാണ്ട് ഒരു 20ലധികം പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. എന്ന് മാത്രമല്ല, അന്ന് ഈ കോടതി ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷനെ ഹെഡ് ചെയ്തിരുന്നത് രമേശ് രാഘവ് എന്ന ആളാണ്. ഈ രമേശ് രാഘവ് ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് ഈ സംഭവത്തിൽ 2024 നവംബർ 19 ഇവർ പരിശോധനയ്ക്ക് വന്നപ്പോൾ, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഉണ്ടായ ആ ആക്രമണത്തിൽ അവർക്കും പരിക്കേറ്റു. ആദ്യം ഇവർ കുറച്ചുപേർ ഇവിടെ ഈ പള്ളിയിൽ വന്ന് പ്രാഥമികമായ പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കോടതി വിശദമായ പരിശോധനയ്ക്ക് ASIയെ നിയോഗിക്കുന്നത്. എന്തായാലും ഇത് 1500
29 നിർമ്മിച്ച പള്ളിയാണെന്നും വലിയ പഴക്കം ഇതിനുണ്ടെന്നും ഒക്കെയാണ് ഇവരുടെ പക്ഷെ അവകാശം. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്, പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പള്ളിക്ക് ഈ പ്രദേശം മുഴുവനും ഈ മുഗൾ ഭരണകാലത്ത് ശരിക്കും പറഞ്ഞാൽ പരിവർത്തനം ചെയ്യപ്പെട്ടു. അത് മുഴുവനായിട്ടും ആ പ്രദേശം മുഴുവനായിട്ടും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റി അതിനെ. ഇന്ന് മാത്രമല്ല, ഇതിന് സമീപത്ത് തന്നെ അടുത്ത് നിരവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ഹനുമാൻ ക്ഷേത്രം, അതുപോലെ ദേവീ ക്ഷേത്രം, ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹരിഹര ആയിരുന്നു ഇതെന്നാണ് ഇവർ പറയുന്നത്, ഈ ഹർജിക്കാർ ആരോപിക്കുന്നത്. ഹരിഹര ക്ഷേത്രം എന്ന് വെച്ചാൽ ശിവനും വിഷ്ണുവും ഒരുമിച്ചുള്ള പ്രതിഷ്ഠ. അത്തരത്തിലുള്ള പ്രതിഷ്ഠ വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷ്ഠയുള്ള, അപ്പോൾ അത് വളരെ പ്രാചീനമായ പഴക്കമുള്ള വലിയ പാരമ്പര്യമുള്ളൊരു ക്ഷേത്രമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ആണ് ഇവരുടെ ഈ ജില്ലാ കോടതിയുടെ വിധിയെ അനുകൂലിച്ചുകൊണ്ട് ഹർജിക്കാരുടെ ഈ സർവേ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊടുത്തിരിക്കുന്ന അവിടുത്തെ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയാണ്. ആ ഹർജി തള്ളിയത് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ എന്ന ജസ്റ്റിസാണ്. എന്തായാലും ഒരു കാര്യം ക്ലിയറാണ്, ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി പക്ഷേ നടപ്പാക്കാൻ സാധിക്കില്ല. കാരണം 1991 മുമ്പുള്ള ആരാധനാലയങ്ങൾ, അതായത് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്ന കാലത്ത് 1947 ഏതൊക്കെ ആരാധനാലയങ്ങൾ ഏതൊക്കെ രൂപത്തിലായിരുന്നോ അതങ്ങനെ തന്നെ തുടരണം എന്ന് പറഞ്ഞ് 1991 ഒരു നിയമം കൊണ്ടുവന്നു നരസിംഹറാവു സർക്കാർ. ഈ ബാബറി മസ്ജിദ് ഇഷ്യൂ, രാമജന്മഭൂമി അയോധ്യ പ്രക്ഷോഭം നടക്കുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു നിയമം നരസിംഹറാവു സർക്കാർ കൊണ്ടുവരുന്നത്. അതായത് ഇനി ഒരു പള്ളിയുടെയും പുറത്ത് അവകാശവാദം പറഞ്ഞുകൊണ്ട് ആരും വരരുത്. ഇതാണ് അവരുടെ ആ നിയമത്തിൻ്റെ പുറകിലെ പ്രേരണാ സ്രോതസ് ഇതാണ്. പക്ഷേ ഇത്രയും കൃത്യമായി രേഖയുടെ അടിസ്ഥാനത്തിൽ കോടതികൾ വിധി പറയുമ്പോഴും എന്തായിരിക്കും സർക്കാരിനെ എങ്ങനെ വേട്ടയാടുന്നത്? ഇതിന്റെ അവസാന ഭാഗം നമുക്ക് അറിയാമല്ലോ. ഇതിന് പിന്നിലെല്ലാം ആ സർക്കാരാണ്, അവിടുത്തെ BJP സർക്കാരാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ കോൺഗ്രസ്സിന് മറ്റു വഴികളില്ല. നമുക്കറിയാം, ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിന് അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഹിന്ദുക്കൾ ഒരു നിശ്ചിത ശതമാനം ഹിന്ദുക്കളെങ്കിലും കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കും, കോൺഗ്രസ് ജയിക്കും എന്നുണ്ടെങ്കിൽ അവർ ഹിന്ദുക്കളുടെ പക്ഷം നിന്നേനെ. ഇതിപ്പോൾ അവർക്ക് വേറെ വഴിയില്ല. എല്ലാ അർത്ഥത്തിലും അവർ രാഷ്ട്രീയമായിട്ട് തകർന്നിരിക്കുന്നു. അതുപോലെ സമാജ്വാദി പാർട്ടിക്കും ഈ മുസ്ലിം പ്രീണനം മുഖമുദ്രയാക്കിയിരിക്കുന്ന സമാജ്വാദി പാർട്ടിക്കും നിഷ്പക്ഷമായ ഒരു നിലപാട് ഇതിൽ എടുക്കാൻ സാധിക്കില്ല. അതും അവരെ പിന്നോട്ട് വലിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് കോടതികളെ മാത്രമേ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവിടെ ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. BJP ഗവൺമെൻറ് ആയിട്ട് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിലപാടെടുക്കുകയോ നയം സ്വീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, യോഗി ആദിത്യനാഥ് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും ശരി, നിയമം കയ്യിലെടുത്താൽ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള കലാപം ഉണ്ടാക്കാനോ മറ്റോ ശ്രമിച്ചാൽ, ഇപ്പോൾ സംഭാലിലുണ്ടായ അനുഭവം എല്ലാവർക്കും അറിയാം. 85 പേരാണ് അറസ്റ്റിലായിട്ട് ജയിലിലായത്. അത് തുടരും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അക്രമകാരികളെ അടിച്ചമർത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് കോടതികളാണ് ആശ്രയിക്കാവുന്നത്. കോടതിയിൽ വിഷയം വരട്ടെ. ഇപ്പോൾ ജില്ലാ കോടതിയിൽ ചെന്നു, ജില്ലാ കോടതി അത് പരിശോധിക്കാൻ, കോടതി ഒരു തീരുമാനമൊന്നും എടുത്തില്ല, അത് പരിശോധിക്കാനേ നിർദ്ദേശിച്ചുള്ളൂ. പരിശോധിക്കട്ടെ, അത് പള്ളിയാണ്, അത് അമ്പലമല്ല, ക്ഷേത്രമല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഇവരുടെ ആവശ്യം തള്ളിക്കളയുമല്ലോ. പിന്നെ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? അപ്പോൾ മറ്റെന്തൊക്കെയോ മറയ്ക്കാനാണെന്ന് വ്യക്തം. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്തിമ റിപ്പോർട്ട് വന്ന് അത് കോടതിയിൽ, അത് പുറത്തൊരിടത്തും പോവില്ല, ആർക്കും കൊടുക്കില്ല. കോടതിയിലെ അത് സീൽ വെച്ച കവറിൽ സമർപ്പിക്കുകയുള്ളൂ. അങ്ങനെ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കുന്ന ആ റിപ്പോർട്ട് കോടതി പരിശോധിച്ചിട്ട് യുക്തമായി കൃത്യമായ വിചാരണയും കാര്യങ്ങളും നടത്തി അതിലൊരു തീരുമാനമെടുക്കട്ടെ. അതെന്തിനാണ്? അതിന് പകരം നമ്മൾ ഈ ബഹളം ഉണ്ടാക്കുകയും സംഘർഷം ഉണ്ടാക്കുകയും
വലിയ കലാപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഇതിന് അനുകൂലമാണെങ്കിലും നിലവിൽ സുപ്രീം കോടതി ഈ 91 ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു ആരാധനാലയങ്ങളുടെയും പുറത്ത് വരുന്ന ഹർജികൾ, അവകാശവാദം ഉന്നയിച്ച് വരുന്ന ഹർജികൾ സ്വീകരിക്കേണ്ട, അത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു വിധി ഉണ്ടാകട്ടെ. 91 പാസ്സാക്കിയ നിയമം നിലനിൽക്കുമോ, അതെല്ലായിടത്തും ബാധകമാണോ, അത് ഭരണഘടനാപരമായി അതിന് സാധുതയുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അത് ഭരണഘടനാ ബെഞ്ച് തന്നെയാണ് അത് പരിശോധിക്കുന്നത്. കാരണം പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഇക്കാര്യത്തിൽ വരട്ടെ. അതുവരെ ഒരു ആരാധനാലയത്തിൻ്റെ പുറത്തും ഒരു നടപടിയും സ്വീകരിക്കരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലഹബാദ് ഹൈക്കോടതി വിധി ഇപ്പോൾ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അത് ന്യായത്തിൻ്റെ, നീതിദേവതയുടെ നിഷ്പക്ഷമായ വിലയിരുത്തലും നീതിദേവത ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന പക്ഷപാതരഹിതമായ നിലപാടുമാണ് അതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി, സുപ്രീം കോടതി വിധിയുടെ ഭാവിയിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് എന്ത് സംഭവിക്കും? അത് സംഭാലിലെ ആ ആരാധനാലയം അത് മുസ്ലിം പള്ളിയാണോ അതോ പഴയ ഹിന്ദു ക്ഷേത്രമാണോ, ഹരിഹര ക്ഷേത്രമാണോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ തീർച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ.